ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചിക്ക് പിക്കാഡോ എന്ന് പറയുന്ന ഒരു കഫേയിലാണ്, കോഴിക്കോടാണ്. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് ബ്രേക്കർ ബർഗർ, പിന്നെ നാഷ്വൽ ചിക്കൻ ടെൻഡേഴ്സ്, ന്യൂട്ടെല്ല ഷേക്ക് നമ്മൾ ഓർഡർ ചെയ്തു ഡ്രിങ്ക് ആയിട്ട്. ഇതിന്റെ സാധനത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഈ കഫേ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫേമസ് ആണ്, ഇപ്പോൾ ഫുഡ് നല്ല ഫേമസ് ആണ്. ആ ജോബ് ബ്രേക്കർ ബർഗർ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. അത് മാത്രമല്ല നല്ല ആംബിയൻസ് ആണ്. ഇവിടെ കടലിനോട് ഫേസ് ചെയ്ത് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. നമ്മുടെ നാഷ്വൽ ജോബ് ബ്രേക്കർ ബർഗർ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സോസിയാണ്. ഇതെങ്ങനെ കഴിക്കും? ഫസ്റ്റ് ബൈറ്റിലേ മാത്രമേ കിട്ടിയുള്ളൂ. കൈയൊക്കെ ഉണ്ടാവും. ഫുൾ സോസ്. ഇതിൻ്റെ അകത്തെ നമ്മുടെ കോൾസ്ലോ പോലത്തെ കുറച്ച് സ്വീറ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സോസാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നമ്മൾ നാഷണൽ ചിക്കൻ്റെ പാപ്രിക്കയുടെയും കെയിൻ പെപ്പറാണ് തോന്നുന്നത്. കെയിൻ പെപ്പറിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബർഗർ സ്പെഷ്യൽ സോസ് ഉണ്ട്. ഫുള്ളി നാഷണൽ ചിക്കൻ ആണ്. നമുക്ക് യഥാർത്ഥത്തിലുള്ള ബർഗർ ബൈറ്റ് എടുക്കാം. എന്നിട്ടും അടുത്തെത്തിയിട്ടില്ല. ഞാൻ ആ ബണ്ണിന്റെ ഒരു ഭാഗത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ. എന്തായാലും ഇതൊരു ഫുൾ ബൈറ്റ് കിട്ടിയിട്ടില്ല എനിക്ക്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യും? എന്റെ മുഖത്ത് മുഴുവനായി കേട്ടോ. എനിക്ക് ഫുൾ പണിയായിരിക്കും. നല്ല എരിവ് വരും. സ്പൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്പൈസി അല്ല, ഒരു അപ് ടു ദ മാർക്ക് സ്പൈസി ആണ്. കാരണം ഈ സോസ് നല്ല രീതിയിൽ അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ സ്പൈസ്നെസ്സിനെ. നമ്മുടെ നാഷ്വൽ ചിക്കൻ ടെൻഡേഴ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടൈപ്പ് ഓഫ് ബ്രിയോഷ് ബണ്ണാണെന്ന് തോന്നുന്നു. ബ്രിയോഷ് ബ്രെഡ്, പിന്നെ കോൺ, നല്ല സ്പൈസി കോൺ. ഇതിലും നാഷ്വൽ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഹോട്ടാണ്, കാരണം ഇതിൽ സോസ് ഇല്ലല്ലോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനൊപ്പം നമുക്ക് കുറച്ച് കോൾസ്ലോ വന്നിട്ടുണ്ട്. കോൾസ്ലോ ഉണ്ടെന്ന് തോന്നുന്നു. കോൾസ്ലോയും ടൈപ്പ് ഓഫ് മയോയും തന്നിട്ടുണ്ട്. വീണ്ടും അടിപൊളി. ഇന്ന് അടിപൊളിയായിരിക്കും. അത്ര ഹോട്ടല്ലെങ്കിലും വി ക്യാൻ ടേസ്റ്റ് സ്പൈസസ്. കെയിൻ പെപ്പർ ഉണ്ട്, പാപ്രിക്ക ഉണ്ട്. രണ്ടിൻ്റെ ഫ്ലേവേഴ്സ് എനിക്ക് നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അൺസൈക്കബിൾ സ്പൈസ് അല്ല. വെരി ഗുഡ് ആൻഡ് ഇറ്റ്സ് ടേസ്റ്റി. ഒരു ചെറിയ സ്വീറ്റ്നെസ്സും ഉണ്ട്. കോൾസ്ലോ സോസ് ഈ സോസ് നല്ല സ്വീറ്റ് ആണ് കേട്ടോ. ഈ സോസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു മയോ. ഒരു യോഗട്ടിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. മയോണോ യോഗട്ടോ? ഒരു യോഗട്ടിന്റെ ടേസ്റ്റ് ആണ്, മയോയുടെ ടേസ്റ്റ് അല്ല. കൊള്ളാം. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ കോൾസ്ലോ ഡിപ്പും, കാരണം ഇത് നല്ല സ്വീറ്റും അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. ഇതിൽ ബ്രെഡും അയച്ചുക. നല്ല ഫ്ലഫി ബ്രെഡ്. നമ്മൾ ദുബായിൽ KFC കഴിച്ചില്ലേ, അത്രയും ഫ്ലഫി ആയിട്ടുള്ള ബ്രെഡാണ്. എന്നാ എയർ പോക്കറ്റ്സ് എന്താ. ന്യൂട്ടെല്ല ഷേക്ക്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫൈനൽ സാധനം. നമ്മൾ നാളെ കോഴിക്കോട് ഒന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട്
ഇന്ന് മാക്സിമം സാധനങ്ങൾ കഴിക്കുക. ഗുഡ്. ഇതിൽ നമ്മൾ നോർമലി ന്യൂട്രല ഷേക്ക് മേടിക്കുമ്പോഴത്തേക്കും മിൽക്കായിരിക്കും, മിൽക്കിൽ ന്യൂട്രലായിട്ട് ഷേക്ക് ഉണ്ടാക്കുന്നതാണ്. ഇതങ്ങനെ ഒരു ഐസ്ക്രീമാണ്, ഐസ്ക്രീം പ്ലസ് ന്യൂട്രല്ല, ആ ടേസ്റ്റാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല സ്വീറ്റാണ്, ന്യൂട്രലിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്ക് പിക്കാഡോയിൽ നിന്ന് കഴിച്ചിറങ്ങി. ചിക്ക് പിക്കാഡോ ഹോട്ട് ചിക്കൻ ജോയിൻറ്റ്, ലിറ്ററലി ഹോട്ടായിരുന്നു ഗൈസ്. അടിപൊളി സാധനം. നാഷ്വെൽ ചിക്കൻ ആണ് അവിടുത്തെ മെയിൻ ട്രൈ ചെയ്യേണ്ടത്. ഞാൻ കാലിക്കറ്റ് ട്രൈ ചെയ്ത നാഷ്വെൽ ടെൻഡേഴ്സ്, നാഷ്വെൽ സാധനങ്ങളിൽ ഏറ്റവും നല്ല നാഷ്വെൽ, അത് പ്രോപ്പർ നാഷ്വെയിലായിട്ട് എനിക്ക് തോന്നിയതും നല്ലൊരു ഫ്ലേവർ ഉള്ളതും, അതായത് ജസ്റ്റ് എരിവ് മാത്രമല്ല, അതിനൊരു ഫ്ലേവർ ഉണ്ട്, അതിലൊരു സ്വീറ്റ്നെസ് ഉണ്ട്, ആ ഒരു രുചിയുള്ളതും കൂടിയിട്ടുള്ള ഒരു നാഷ്വെൽ. ആ ബർഗർ ആണെങ്കിലും ആ ടെൻഡേഴ്സ് ആണെങ്കിലും ഇവിടെ നിന്നായിരുന്നു. സോ അത് അടിപൊളിയാണ്. ആ ബർഗർ നല്ല ജ്യൂസി ആയിരുന്നു. ഓവർ സ്പൈസസ് ഒന്നുമല്ല, അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പൈസാണ്. അതായത് ഇപ്പോൾ സാധാരണ നാഷ്വെല്ലിൽ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വയറിനൊരു കാന്തലോ അങ്ങനെയൊന്നുമില്ല, എല്ലാം നോർമലാണ്. എല്ലാം പ്രോപ്പറാണ്. എനിക്കിപ്പോൾ ഞാൻ വളരെ നോർമലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹീറ്റ് സെൻസേഷനോ അങ്ങനെയൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസസ് പറയാം. നമ്മുടെ ജോ ബ്രേക്കർ ബർഗറിന് 489 റുപ്പീസാണ് ആയത്. പിന്നെ ചിക്കൻ ടെൻഡേഴ്സ് 4 പീസ് ആയിരുന്നു മേടിച്ചത്, 359. പിന്നെന്താ, ന്യൂട്ടെല്ല ഷേക്ക് 289 റുപ്പീസ് ആയിരുന്നു. പിന്നെ ഒരു ബോട്ടിൽ വാട്ടറും. ടോട്ടൽ 1204 രൂപയാണ് നമുക്കവിടെ ആയത്. ബർത്തിട്ടാണ്. പ്രൈസസ് ഒക്കെ ഓക്കെയാണ്. ഫുഡ് നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാം നല്ലതായിരുന്നു. രണ്ടൊരു കാര്യങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്യണം. ഒന്ന്, അവിടുത്തെ ഒരു ആംബിയൻസ് കുറച്ച് മെയിൻ്റെനൻസ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അപ്പോൾ അത് അവരെയും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഇത്രയും കടലിനോട് അടുത്തായതുകൊണ്ടേ ഒരുപാട് ഉപ്പ് കാറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ അത് വേറൊരു ആംബിയൻസ് ആണ്, അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് ദെൻ കുറച്ചുകൂടെ മെയിൻ്റെനൻസ് ആവാം എന്ന് തോന്നി. അതൊന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, 3 മണിക്കാണ് ഓപ്പണിംഗ് ടൈം അവർ ഗൂഗിളിൽ മെൻഷൻ ചെയ്തത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവർ 3:30 പറഞ്ഞത്. അപ്പോൾ നിങ്ങളിനി 3 മണിയാണെന്ന് വിചാരിച്ച് പോകണ്ട, ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഡിലേ ഉണ്ടാവും. അപ്പോൾ 3:30 അവർ ഓപ്പൺ ചെയ്തതും ഒക്കെ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. പക്ഷേ ഫുഡ് മസ്റ്റ് ട്രൈ ആണ്, നല്ല ഫുഡാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.